അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസമായി നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു മടങ്ങുന്നതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു മടങ്ങുന്നത് ഇപ്പോൾ ഊട്ടി റോഡ് കണ്ണൂർ റോഡ് കയറിയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന ബൈക്ക് നമ്മളിങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ക്യാരറ്റ് തോട്ടെല്ലാം കണ്ടിട്ട് ഇങ്ങനെ നിർത്തിയിട്ടാണുള്ളത്. ഇതിങ്ങനെ ക്യാരറ്റ് കൃഷിയെല്ലാം ഉണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ നമ്മളെ പുതിയ വിത്തെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ തീർത്തത് അങ്ങനെ കുറേ മാതിരി ഉണ്ട്. ഇവിടെ ഫുൾ ക്യാരറ്റ് കൃഷിയാണ്. ഇവിടുത്തെ ഊട്ടിക്കാര മെയിൻ കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് തന്നെയാണെന്ന് തോന്നുന്നു. ഒന്നും ഇവിടെ കണ്ടിട്ടില്ല ഇതുവരെ. ഇത് നല്ല പച്ചപ്പായിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഫുൾ ക്യാരറ്റ് കൃഷി ചെയ്തിട്ടുണ്ട്. നമ്മൾ നിന്ന റൂമിൽ നിന്ന് ക്യാരറ്റിൽ നിന്ന് കളച്ചിട്ടുണ്ടായി. ഇങ്ങനെ കളച്ചിട്ട് ക്യാരറ്റ് ഇങ്ങനെ എടുക്കുന്നുണ്ടായി. ഇത് കളച്ച് കഴിഞ്ഞതിന് ശേഷം അവർ വിത്തിട്ടിട്ടുണ്ടെന്ന് അങ്ങനെയാണുള്ളത്. അപ്പോൾ ഇനി ഏതായാലും നമ്മൾ പോകുന്ന വഴിക്ക് പൈക്കര വാട്ടർഫോൾസ് അന്ന ലേക്ക് അങ്ങനെ എന്തോ ഒന്നുണ്ട്. അവിടെ കയറാന്ന് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് എന്തായാലും തണുപ്പെല്ലാം ഉണ്ട് ഏകദേശം. അവിടെ ഒരു നമ്മളെ ആൻ്റണി ഉണ്ട്, മറ്റേ ഏതോ റേഡിയോ ആണെന്ന് തോന്നുന്നു, ആകാശവാണിയാണെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ മുമ്പ് തന്നെ ഒരു നല്ലൊരു ഫുഡ് ട്രക്ക്, പഴയ ഉപയോഗിച്ച ഫുഡ് ട്രക്ക് വണ്ടിയാണെന്നാണ് തോന്നുന്നത്. അതെല്ലാം നല്ല വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കച്ചവടമെല്ലാം കിട്ടുന്ന സ്ഥലമായിരിക്കും. അത് വൈകുന്നേരം തുറക്കുമെന്ന് അറിയില്ല. അങ്ങനെ അതെല്ലാം നല്ല സ്ഥലമാണ് ഇതിന്. അങ്ങനെ നമ്മളെ കണ്ണൂരേക്കുള്ള യാത്ര നമ്മൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. നല്ല അതിമനോഹരമായ നല്ല റോഡിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ആകാശമെല്ലാം നല്ല നീല കളറായി നല്ല അടിപൊളി ആകാശമെല്ലാം ഉണ്ട്. നല്ല സീനറിയാണ്. നമുക്ക് നല്ല കാണാൻ പറ്റിയ അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ ഊട്ടിയിൽ വന്ന ഈ എക്സ്പീരിയൻസ്. നമ്മൾ ഈ ഊട്ടിയിൽ വന്നുകൊണ്ട് നമ്മൾ ഗ്ലാസ്സെല്ലാം താത്തിട്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്ലാസ്സൊന്നും പൊന്തിക്കേണ്ട ആവശ്യമൊന്നും ഏസിയൊന്നും ആവശ്യമൊന്നും വന്നിട്ടില്ല. നല്ല തണുപ്പുള്ളതുകൊണ്ട് ഇതെല്ലാം നമുക്ക് നല്ല തന്നെ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഊട്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതെല്ലാം ഇടേണ്ടി വരും. അതെല്ലാം ഭയങ്കര ചൂടായിരിക്കും. ഇവിടെ മാത്രമുള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഡാമുകാരത്തെ ഇത് കണ്ടിട്ട് ഇവിടെ നിർത്തിയിട്ടാണുള്ളത്. ഇവിടെ ഒരു ഡാമെല്ലാം ഉണ്ട്. അതായത് ഇങ്ങനെ ഡാം, ആ ഒരു ലേക്ക്. ഇതിൻ്റെ ഒരു മറ്റേ പൈൻ ഫോറസ്റ്റ് താനിട്ടൊന്നും ഉണ്ടായിന്. അത് കൈനവാടുള്ള ആ പൈൻ ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇതാണ്. ഇവിടെ ഇങ്ങനെ പൈനും ഇതെല്ലാം ഉണ്ട്. ഇതാണ് ഡാം വരുന്നത്. ഇതാണ് അതിങ്ങനെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാണ് ഡാം വരുന്നത്. മോയർ ഡാം അല്ല. പിന്നെ നമുക്ക് അതേമാതിരി എന്താണെന്നുള്ള അവിടെ ഇങ്ങനെ നമുക്ക് ഇറങ്ങി പോകാനുള്ള ഒരു വഴികളുമുണ്ട്. ഇങ്ങനെ ഇറങ്ങിയിട്ട് നമുക്ക് താഴത്തേക്ക് പോവാം. അവിടെ ഇങ്ങനെ ലേക്ക് ഉണ്ട്. ഇതാണ് പൈന്. അങ്ങനെ നമ്മൾ ആ ഡാമിൻ്റെ സൈഡിലോട്ട് നമ്മൾ വീണ്ടും യാത്ര പുനരാരംഭിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇനി എന്താണെന്ന് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിർത്തുക. ഇവിടെ ഇലക്ട്രിക്കൽ ഉണ്ടാക്കുന്നുണ്ട്. ഇലക്ട്രിക് സ്റ്റേഷനാണെന്ന് സംശയമുണ്ട്. എന്നാലും നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാം. ഇവിടെ മൊട്ടക്കുന്ന് അങ്ങനത്തെ ഇതാണെന്ന് തോന്നുന്നു. ഷൂട്ടിംഗ് പോയിൻ്റ് കഴിഞ്ഞിട്ട് നല്ല രസമുള്ളൊരു സ്ഥലം തന്നെയാണ്. ആൾക്കാരെല്ലാം കുറേ കയറുന്നുണ്ട്. ഭയങ്കര തിരക്കാണ് എവിടെയും കാണുന്നത്. നമ്മളേതായാലും ഇവിടെയൊന്നും നിർത്തുന്നില്ല. നമ്മളങ്ങനെ അധികം സീനറി ഒന്നും കാണാൻ ഇടയിൽ നിർത്തിയിട്ടില്ല. നമ്മൾ ആരും ഇതുവരെ സന്ദർശിക്കാത്ത സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതെല്ലാം എല്ലാവരും സന്ദർശിക്കുന്ന സ്ഥലമാണ്. അതൊന്നും നമുക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിർത്തുന്നില്ല. ഇനി ഏതായാലും നമുക്ക് വേറെ എവിടെയെങ്കിലും നല്ല സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും നിർത്താം. ഈ സൈഡിൽ നിന്നെല്ലാം അപ്പുറത്ത് അതിൻ്റെ ഉള്ളിലത്തെ ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ അതിൻ്റെ ഉള്ളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് അതിൻ്റെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ശരിക്കും ഇവിടുന്ന് ഉള്ളിൽ അങ്ങോട്ട് കയറിയാൽ മതി. അപ്പോൾ നമ്മളെ പിന്നെ യാത്ര ഇങ്ങനെ തുടർന്ന് പോവുകയാണ് നമ്മൾ. ഏതായാലും ഒരു രാത്രി 8-9 മണിയാകുമ്പോഴത്തേക്ക് കണ്ണൂർ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് എത്തണം. ഇനി ഏകദേശം ഈ റോട്ടിലോട്ട് ആകുമ്പോൾ 220 കിലോമീറ്റർ ആ ദൂരമാണ് നമുക്ക് വരുന്നത്, ഊട്ടിയിൽ നിന്ന് കണ്ണൂരേക്ക് വരുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പം 10-30 കിലോമീറ്ററോളം നമ്മളിപ്പോൾ യാത്ര ചെയ്ത് കഴിഞ്ഞ്. എന്തായാലും 8-9 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ കണ്ണൂർ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അതിന് മുമ്പേ എത്തും എന്തായാലും. നമ്മൾ പോകുമ്പോൾ ഉണ്ടായ മസിനഗുഡീനെ അപേക്ഷിച്ചിട്ട് എത്രയോ ഭയങ്കര നല്ല റോഡാണിത്. ഈ റോഡിൽ ഒരു മരുഭൂമി വരച്ച സ്ഥലമാണ്. മറ്റേത് മുഴുവനും ഉണങ്ങി ചുരുണ്ട് ഫുള്ളും ഭയങ്കര ചൂടുള്ള സ്ഥലമാണ്. ഇതിപ്പം നല്ല ഒരു ഫുൾ പച്ചപ്പുണ്ട്, നല്ല തണുപ്പുള്ള റോഡാണ്. പക്ഷേ മസിനഗുഡിയിൽ നമുക്ക് കാണാൻ പറ്റിയ കുറേ മൃഗങ്ങളെയും ഇതെല്ലാം കാണാൻ പറ്റിയ ഒരു നല്ല സ്ഥലം തന്നെയാണ്. അങ്ങനെ നമ്മളിപ്പോൾ റോഡ് സൈഡിൽ കണ്ടിട്ട് കുറച്ച് റാഡിഷും നമ്മൾ കുറച്ച് ബീട്രൂട്ടും വാങ്ങിയിട്ടുണ്ട്. നല്ല ഇടുന്ന അന്നേരം കൃഷി ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെള്ളം ഉറ്റുന്നുണ്ട്. നല്ല പുതിയതാണ്, ഫ്രഷാണെന്ന് തോന്നുന്നു. 100 രൂപ. 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 100 രൂ
ക്യാരറ്റ് വാങ്ങി കുറച്ച് മുമ്പോട്ട് വന്നേരം ഇവിടെ ഇങ്ങനെ ഒരു ഡാം കാണുന്നുണ്ട്. ഒരു ഡാമിൻ്റെ ഒരു വ്യൂ ആണിത്. വെള്ളമൊന്നുമില്ല, പക്ഷേ ഒരു പഴയൊരു ഡാമാണ്. വെള്ളമുള്ള സമയത്ത് വെള്ളം ഉണ്ടാവുമായിരിക്കും. ഇപ്പം എല്ലാം ഉണങ്ങിയിട്ടാണ് ഉള്ളത്. അങ്ങോട്ട് കയറാനൊന്നും പറ്റുന്നില്ല, ഫുള്ളും ലോക്ക് ചെയ്തിട്ടാണ് ഉള്ളത് അവിടെ. ഇതാണ് നമ്മളെ പൈക്കര ബോട്ട് ഹൗസ്. നമുക്ക് അങ്ങോട്ട് കുറച്ച് വരെ കയറിയിട്ട് നമ്മൾ തിരിച്ചു റോഡെല്ലാം ഭയങ്കര മോശമുണ്ടായി. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് അധികം കയറിയിട്ടില്ല. നമ്മൾ അങ്ങോട്ട് പോയിട്ട് വേഗം തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വന്ന് അവിടെ കയറാൻ വേണ്ടിയിട്ട് എത്ര എൻട്രൻസിന് ഒരു 30 രൂപ അങ്ങനെ എന്തൊരു ചാർജും ഉണ്ട്. അത് കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് വരെ കയറാം. റോഡ് പക്ഷേ വളരെ മോശമാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് അധികം കയറിയിട്ടില്ലായിരുന്നു. ഇങ്ങോട്ടേക്ക് ഇവിടെടുത്ത് നമ്മൾ തിരിച്ചു വരായത്. അപ്പോൾ ഇപ്പോൾ ഒരു തണൽ കണ്ടിട്ട് നമ്മളിവിടെ സൈഡാക്കിയിട്ടുണ്ട്. നല്ല വ്യൂ എല്ലാം ഉണ്ട് ഇവിടെ. നല്ല ആകാശം നല്ല നീല കളറായിട്ട് നല്ല രസമുണ്ട് ക്യാമറയിലൂടെ കാണാൻ. അങ്ങനെ കുറച്ച് ഇങ്ങോട്ട് വന്നേരം നല്ല അടിപൊളിയായിട്ട് നല്ല തേയില കൃഷീൻ്റെ നല്ല വ്യൂ കണ്ടിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ഗ്രൗണ്ട് മാതിരിയുണ്ട്, ഒരു ഗ്യാപ്പ് ഒന്നുമില്ല. എല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല നിരത്തി വെച്ച മാതിരിയുണ്ട്. നല്ല രസമുണ്ട് എന്തായാലും. അവിടെ മേലെ ഇങ്ങനെ എന്തോ ഒരു അപ്പാർട്ട്മെൻറ്റ് മാതിരി അവിടെ എടുത്തിട്ട് കാണുന്നുണ്ട്. എന്തായാലും ഇതന്നെ, ഇത് വ്യൂ നല്ല അടിപൊളിയാണ്, നല്ല രസമുണ്ട്. ഒരു രക്ഷയുമില്ല ഈ വ്യൂ കാണാൻ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഫുള്ള് ഇങ്ങനെ നിരത്തി നല്ല കട്ട് ചെയ്ത് നല്ല ലെവലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ള. നല്ല ഒരു രക്ഷയുമില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മളിപ്പം കുറച്ച് ഇങ്ങോട്ട് എത്തിയാലും ഒരു ചെറിയൊരു ലേക്ക് മാതിരി കണ്ടിട്ടുണ്ട്. ഫുള്ള് മണ്ണ് കലങ്ങിയ ഒരു ലേക്ക് വെള്ളമാണ്. അതിൻ്റെ സൈഡിലെല്ലാം എന്തോ പണിയെല്ലാം എടുക്കുന്നുണ്ട്. റോഡെല്ലാം വീതി കൂട്ടുന്ന അങ്ങനെ എന്തോ ചെയ്യുന്നുണ്ട്. ലേക്ക് വലിയതൊന്നുമില്ല, എന്നാലും ഒരു ചെറിയൊരു ലേക്കാണ്. ആൾക്കാർക്ക് ഇങ്ങനെ ഇരിക്കാണ്ടിരിക്കുക കുറേ തട്ടുകടകളും ഇതെല്ലാം ഉണ്ട്. അവിടെ ഇരിക്കാണ്ടിരിക്കുക കസേരയെല്ലാം ഇട്ടിട്ടുണ്ട്. അവിടുന്ന് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ബുൾസ് എന്നാൽ ഓംപ്ലേറ്റും ബ്രെഡും ഓംപ്ലേറ്റും ആണെന്നുള്ളത്. ആ ബ്രെഡ് ഓംപ്ലേറ്റിന് തന്നെ ഇവിടെ വലിയ പൈസയെല്ലാം ഉണ്ട്. ഒരു 2 ബ്രെഡിന് വേണ്ടിയിട്ടാണ് നമ്മളത് കഴിച്ചത്. ഇത്ര 60 റുപ്യാണ് 2 ബ്രെഡ് ഓംപ്ലേറ്റിന് വന്ന്. അങ്ങനെ ഇവിടെ ഫുഡെല്ലാം ഭയങ്കര റേറ്റാണ്. ഇനിയിപ്പോൾ കുറച്ച് ഇങ്ങോട്ടെല്ലാം എത്തിയാലും വെയിലെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല വെയിലെല്ലാം ഉണ്ട്. തണുപ്പെല്ലാം കുറഞ്ഞ് പോകുന്നുണ്ട്. വെയിലത്തെല്ലാം വരുമ്പോൾ നല്ല ചൂടുണ്ട്. തണലത്തേക്ക് മാത്രമേ ആ ഒരു തണുപ്പെല്ലാം വരുന്നുള്ളൂ. നമ്മളെ മുമ്പിൽ ഇപ്പം നല്ലൊരു വ്യൂ വരുന്നുണ്ട്. നല്ലൊരു മലയുണ്ട്, നല്ല വ്യൂ. മലക്ക് എന്തൊരു പേരുണ്ട്, മാപ്പിലെന്തോ നേരത്തെ പേര് കണ്ടിനായിരുന്നു. ഏതോ ഒരു വ്യൂ പോയിൻ്റാണ്. നമ്മളെ മുമ്പ് തന്നെ ഒരു ബസ്സെല്ലാം പോകുന്നുണ്ട്. റോഡെല്ലാം ഇവിടെ കുയ്യാവാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ വൃത്തിയൊന്നും ഇല്ല ഇപ്പോൾ റോഡ്. ഒരു ആപ്പിൻ ബെൻഡാണെന്ന് തോന്നുന്നു നമ്മളെ മുമ്പിൽ വരുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മളെ മുമ്പിൽ കാണുന്നത് ഒരു അതിമനോഹരമായ വ്യൂ എല്ലാമാണ് കാണുന്നത്. അവിടെ ഒരു വ്യൂ പോയിൻ്റാന്ന് തോന്നുന്നു. നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമെല്ലാം കാണുന്നുണ്ട്. പക്ഷേ നല്ല വ്യൂ ആണ്. പുറത്ത് ഇതിൽ കാണുന്നില്ല, ഫുള്ളും കാടായിട്ട് കാണുന്നത്. അങ്ങോട്ടെല്ലാം നല്ലൊരു വ്യൂ എല്ലാം ഉണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. മലകളും ഇതെല്ലാം ആയിട്ട് കാണുന്നുണ്ട്. ഇതിലോട്ട് കാണുമോയെന്ന് അറിയില്ല. അവിടുന്ന് ഇങ്ങനെ താഴെല്ലാം കാണുന്നുണ്ട്. നല്ല അടിപൊളി വ്യൂ തന്നെയാണ്, വലിയ കുഴപ്പമില്ല. കാണുന്നില്ല, ഫുൾ കാട് പിടിച്ചുകൊണ്ട് വിസിബിലിറ്റി നല്ല കുറവാണ് ഇവിടെ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റുന്നില്ല. അതാണ് ഈ റോഡിന്റെ പ്രശ്നം. അതാണ് ബസ്സിലെല്ലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. പൊന്തിയിട്ടാണല്ലോ ഉണ്ടാവുന്നത്. അതന്നെ ഈ ഒരു വ്യൂ പോയിന്റ് എന്തൊരു പേരുണ്ട്. അറ്റം വരെ നടന്നിട്ട് പോകാൻ പറ്റും. അറ്റത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് നല്ല വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ്. അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് പോവാം. ഇപ്പോൾ റോഡിൻ്റെ സൈഡിലെല്ലാം എന്തെല്ലാം പണിയെല്ലാം നടക്കുന്നുണ്ട് ഇവിടെ. എന്തോ അപ്പോൾ റോഡ് വീതി കൂട്ടുന്നതാന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് പണിയെല്ലാം ഉണ്ട്. എന്തായാലും ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല അടിപൊളി റോഡായി മാറും ഇതെല്ലാം. ഇവിടെ ആ ഒരു സൈഡ് അങ്ങനെ അവിടെ പൊളിച്ചിട്ടിച്ചാണ് ഉള്ളത് റോഡെല്ലാം. പിന്നെയുള്ളത് സൈഡിൽ ഫുള്ള് അധികം ഇത് തന്നെ പൈൻ തന്നെയാണ് മുഴുവൻ കാണാനുള്ളത്. പൈൻ തന്നെയാണെന്ന് തോന്നുന്നു. പൈൻ്റെ ഫോറസ്റ്റുകളാണ് സൈഡിൽ മുഴുവൻ കാണാനുള്ളത്. എല്ലാം ഇങ്ങനെ അതിമനോഹരമായിട്ട് ഇങ്ങനെ ഓരോന്ന് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൊന്നും ഇറങ്ങാനൊന്നും വിടുന്നില്ല. അതിനുള്ള ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഉച്ചയാകുമ്പോഴത്തേക്ക് വയനാട് എത്തുന്ന പ്രതീക്ഷിക്കുന്നു. വേഗം എത്തിയിട്ടുണ്ടെങ്കിൽ
നോക്കാം നമുക്ക്. അപ്പം നമ്മളങ്ങനെ ഗൂഡല്ലൂർ പോകുന്ന വഴിക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പം ഗൂഡല്ലൂർ പോകുന്ന വഴിക്ക് ഒരു പൈൻ ഫോറസ്റ്റ് കണ്ടിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുള്ളത്. പൈൻ ഇതാ ഇങ്ങനെ നല്ല അടിപൊളി വ്യൂ അല്ല? അതെ, ഒരു ബസ് വരുന്നുണ്ട് കേട്ടാ. ബസ് നമുക്ക് നോക്കാമല്ലോ. വരുന്നത് ഏത് ബസ്സാന്ന് നോക്കാലോ. ബസ് ഏതോ ഒന്ന് വരുന്ന ബസ് അയക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ഷൂട്ട് ചെയ്യാം നമുക്ക്. ബസ്സായിരിക്കുമോന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ലോറിയാൻ ഞാൻ പറയുന്ന ലോറിയാണ്. കുറേ ഐരാവതം ബസ് പോയി ഇതിലോട്ട്. നോക്കട്ടെ ബസ് വരുന്നത്. ഇങ്ങോട്ടൊക്കെ ഇവിടെയൊക്കെ എത്തിയേരാൻ ചെറുങ്ങനെ നമ്മളെ ചായത്തോട്ടങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല അത്ര വലിയ വ്യൂ ഇല്ല ചായൻ്റെ ഇതൊന്നും, പക്ഷേ ചെറുങ്ങനെ ഉണ്ട്. കുഴപ്പമില്ലാത്ത വിധത്തിലെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെയും ചുരമുണ്ട് പിന്നെയും വരുന്നത് നമ്മളെ ഫ്രണ്ടിൽ തന്നെ. ഇനിയും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ വയനാടൊക്കെ കഴിഞ്ഞ് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം ഒരു 10-50 കുറവ് കിലോമീറ്റർ നമ്മൾ കണ്ണൂരേക്ക് ഉണ്ടാവും ടൗണിലേക്ക്. ഇതിപ്പോൾ ഏകദേശം ഇങ്ങ് എത്തിയിരി. ഏകദേശം സൂര്യനെല്ലാം അസ്തമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതവിടെ ബോർഡുണ്ട്. സെൻറ്റ് ആഞ്ചലോ സ്പോട്ടിലേക്ക് ഇനി 40 കിലോമീറ്ററും കൂടി നമുക്കിനി പോകാനുള്ളൂ. അവിടെ സെൻറ്റ് ആഞ്ചലോ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ണൂരത്തെ കോട്ടയാണ് വരുന്നത്. അത് കണ്ണൂരത്തെ ഒരു പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണത്. പണ്ടേ ഉണ്ടാക്കിയതാണ്. നമുക്ക് ആ സൺസെറ്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ നോക്കാണ്ടി നമ്മൾ നോക്കുന്നത്. ആ സൺസെറ്റ് കിട്ടുമോയെന്ന് അറിയില്ല. നമ്മൾ മുമ്പിൽ ഇങ്ങനെ മറങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നോക്കട്ടെ, നമുക്ക് ആ സൺസെറ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് സൺസെറ്റ് പോകുന്നത് നമുക്ക് കിട്ടും. നമുക്ക് അത് ആ ഫ്രണ്ടിൽ എത്ര നോക്കിയിട്ടും ആ സൂര്യനെ നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ താഴത്തേക്ക് ഇറങ്ങി എന്തായാലും ആ കാട് വന്ന് മറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോക്കാം എങ്ങനെയെങ്കിലും കിട്ടുമോ നോക്കുന്നുണ്ട് നമ്മൾ. നോക്കട്ടെ, ഈ ടേണിങ് ഒന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഇല്ല, അടുത്തും കാണുന്നില്ല നമുക്ക്. സൂര്യൻ അതിൻ്റെ ബാക്കിലായി പോയി, ആ ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണ്. അതാ ചെറുങ്ങനെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. റെഡായിട്ട് നല്ല സൂര്യൻ അസ്തമിക്കാൻ പോകുന്നുണ്ട് അവിടുന്ന്. ഏകദേശം 6:15 ആ സമയമാകുമ്പോൾ ഇപ്പോൾ അസ്തമിക്കുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മളിപ്പോൾ കണ്ണൂരിലെ കൂത്തുപറമ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കൂത്തുപറമ്പ് ഏകദേശം കണ്ണൂരേക്ക് നമുക്ക് ഒരു 20-25 കിലോമീറ്റർ മാക്സിമം ഉണ്ടാവും. അതിൻ്റെ താഴോട്ടേ ഇനിയുള്ളൂ. അവിടെ കഴിഞ്ഞാൽ നമ്മൾ കണ്ണൂർ ടൗണിലെത്തുന്നതാണ്. ഇതിപ്പോൾ നമ്മളിനി അടുത്ത് വരുന്ന ഒരു ടൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്പറാന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് കായലോട് അങ്ങനെ ഏതൊരു സ്ഥലത്താനായിട്ടുണ്ട്. നമ്മുടെ സൈഡിലെല്ലാം ഓരോരോ പീടികകളും എല്ലാ ഷോപ്പുകളെല്ലാം ഉണ്ട്. ഒരു ജംഗ്ഷനാണ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനിയുണ്ട് നമുക്ക് പോകാൻ. ഇവിടെ സൈഡിലെല്ലാം പെട്രോൾ പമ്പെല്ലാം വന്നിട്ടുണ്ട്. നല്ല റോഡെല്ലാം നല്ല തന്നെയാണ്, നല്ല അടിപൊളി തന്നെ. നമ്മളിപ്പോൾ വൈകുന്നേരമായില്ല. വയനാട് നിന്ന് കണ്ണൂരേക്ക് വരുന്നതാണെങ്കിൽ മാനന്തവാടിയിലൂടെയാണ് കണ്ണൂരേക്ക് വരുന്നുണ്ടെങ്കിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി എന്ന് വെച്ചാൽ നമുക്ക് കൂത്തുപറമ്പ് വഴി വരാം, അല്ലെങ്കിൽ നമുക്ക് ഇരിട്ടി മട്ടന്നൂർ വഴി കണ്ണൂരേക്ക് വരാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് തലശ്ശേരി വഴിയും വേണമെങ്കിൽ വരാം. മറ്റേ നമുക്ക് നാദാപുരം നമ്മൾ പോയ വഴി തന്നെ നമുക്ക് വേണമെങ്കിൽ വരാം. ഇതുവഴിയല്ല ഇതാണ്. പക്ഷേ കൂത്തുപറമ്പ് വഴി മാനന്തവാടി കയറുന്നതാണ് നമുക്ക് ഏറ്റവും എളുപ്പമായി വരുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒരു 90 അത്ര ഒരു 100ൻ്റെ താഴെ നമുക്ക് കിലോമീറ്റർ വരുന്നുള്ളൂ.
കണ്ണൂരിൽ നിന്ന് മാനന്തവാടി എത്താൻ. അതാണ് നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരു റൂട്ട് അതാണ് വരിക. ഇത് അത്യാവശ്യം നല്ല റൂട്ടുമാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളങ്ങനെ മമ്പറം എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ പുതിയൊരു പാലല്ല, ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് ഉദ്ഘാടനമായ ഒരു പാലല്ലാണ്, കുറച്ചെന്ന് വെച്ചാൽ കുറച്ചായി. ഇതാണ് നമ്മളെ പുതിയൊരു പാലാണിത്. ലൈറ്റെല്ലാം കത്താൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം സോളാറിൽ ചെയ്ത് വെച്ചതാണ്, ഇപ്പോൾ ഫുള്ള് സോളാറാണ്. ഇപ്പോൾ രാത്രി ആവാനായതുകൊണ്ട് എല്ലാം ലൈറ്റെല്ലാം കത്താൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഇതെന്ന് പറഞ്ഞാൽ പണ്ട് ഇതിൻ്റെ ഒരു പാലം ഉണ്ടായിന്, അത് പൊട്ടിപ്പോയ പുതിയൊരു പാലം എടുത്തതാണിത്. കുറച്ച് കാലം ഇത് അടച്ചിട്ടിട്ടെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ ഇവിടെ ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റെല്ലാം സൈഡിൽ കത്തിയിട്ട് നല്ല ഇതെല്ലാം ഫുള്ള് നല്ല അടിപൊളി ഭംഗിയാക്കി വെച്ചിരിക്കുന്ന റോഡെല്ലാം നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല രസം തന്നെയാണ്. ഏതായാലും ഇപ്പോൾ രാത്രിയായി, ഏകദേശം ഇനി കുറച്ചും കൂടിയുള്ള ഒരു 10 കിലോമീറ്ററും കൂടി ആയിട്ട് കണ്ണൂരേക്ക് ഉണ്ടാവുള്ളൂ. ഏകദേശം ഓടി എത്തിയിരിക്കുകയാണ്. എന്തായാലും നമ്മളെ ഊട്ടി പോയിട്ട് വരുന്ന റൂട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ ഒരു പുതിയ വീഡിയോസിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇത് ഏതായാലും നല്ല ഒരു ഇത് തന്നെ. ഊട്ടിയെല്ലാം അവിടെ കാണാൻ പറ്റി. എല്ലാം ഊട്ടി മസിനഗുഡി വഴി പോയ റോഡും എല്ലാവരും നല്ലതായിരുന്നു. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു.